നമ്മോടൊപ്പം റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്ര നാരായണൻ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം സാർ. ഈ അപകടങ്ങൾ പതിവാണ്, പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആകുമ്പോൾ പ്രത്യേകിച്ചും അപകടങ്ങൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി അപകടങ്ങൾ ഈ വെള്ളക്കെട്ടിലൊക്കെ വീണ് വാഹനങ്ങൾ തലകീഴായി മറിയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ മലപ്പുറത്ത് നടന്നിരിക്കുന്ന ഈ അപകടം നിയന്ത്രണം വിട്ട ഒരു ലോറിയാണ് മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി അപകടം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് വേണം വാഹനം നിരത്തിലിറക്കാൻ എന്നാണ്. ആ ബേസിക് മര്യാദകൾ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ജീവൻ പോലും അപകടത്തിലാക്കിക്കൊണ്ടുള്ള മത്സരയോട്ടം തുടരുന്നത്. നമസ്കാരം. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം ദേശീയപാതയിലായാലും സ്ട്രെയിറ്റ് ഹൈവേയിലായാലും സാധാരണ റോഡിലായാലും ലോറിക്കാർ ഒരു ഗുണ്ടകളെ മാതിരിയാണ് പെരുമാറുന്നത്. ഞാൻ ആ പദം മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ്. കാരണം ആ വാഹനത്തിന്റെ വലിപ്പം കൊണ്ട് ആ ഡ്രൈവർക്കോ അതിനകത്തിരിക്കുന്നവർക്കോ കാര്യമായ പരിക്കേൽക്കാൻ സാധ്യതയില്ല. പിന്നെ അത് പോയി മരത്തേൽ ഇടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പോഴത്തെ ലോറികൾ എല്ലാം ഫുൾ ഫോർവേഡ് കൺട്രോളാണ്. അതിന്റെ ഫ്രണ്ടിൽ ഒരു ക്രംബിൾ സോൺ പഴയ മാതിരി ഇല്ല. അപ്പോ ഡ്രൈവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന്റെ പരമാവധി വേഗത എടുത്തിട്ട് ടൈം, അവർക്കൊരു ടൈം എന്ന് പറഞ്ഞാൽ അത് പൈസ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പൊ എത്രയും വേഗത്തിൽ കൂടുതൽ ട്രിപ്പ് ചെയ്യാനായിട്ടും അതത് സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് അമിത വേഗത്തിൽ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ മഴക്കാലം വരുമ്പോൾ റോഡ് വെറ്റാണ്, വെള്ളം ഒഴുകുന്ന പ്രതലങ്ങളാണ്. അപ്പം മിതമായ വേഗത്തിൽ ഓടിക്കുകയും മിതമായ രീതിയിൽ ജെന്റിലായിട്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ടെക്നിക്ക് ഡ്രൈവർ അഡാപ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് വാഹനത്തിന്റെ അമിത വേഗത ഒന്നുകൊണ്ട് തന്നെയാണ്. നമ്മൾ പല പ്രാവശ്യവും ഡ്രൈവർമാരെ ബോധവൽക്കരിച്ചിട്ടുള്ളതാണ്. മഴക്കാലത്ത് പ്രത്യേകിച്ചും റോഡ് സ്ഥിതിയായിരിക്കുന്ന സമയത്ത് മിതമായ വേഗത്തിൽ ഓടണം. മറ്റു വാഹനങ്ങൾ റോഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ നേരെ കയറി ഇടിക്കുക, ഗതാഗത കുരുക്കുണ്ടാക്കുക. പിന്നെ മണിക്കൂറുകളോളം ആ ഗതാഗത കുരുക്ക് നിലനിൽക്കും. അപ്പോ അതുമൂലം ഉണ്ടാകുന്ന ധനനഷ്ടം, പിന്നെ ജീവന് ഹാനി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ലോറി ഡ്രൈവർമാരും പിക്കപ്പ് ഡ്രൈവർമാരും വളരെ ശ്രദ്ധിക്കണം. മഴക്കാലമാണ്, അമിത വേഗത്തിൽ അലക്ഷ്യമായിട്ട് ഓടിക്കരുത്. അത് നിങ്ങളുടെ ജീവനും ഭീഷണിയാണ്, മറ്റുള്ള സാധാരണക്കാരുടെ ജീവനും ഭീഷണിയാണ്. പൊതുനിരത്തിൽ മഴക്കാലത്ത് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാനിയും മറ്റും നിറഞ്ഞൊഴുകുമ്പോൾ കാൽനടക്കാരൻ ചിലപ്പോൾ റോഡിലേക്ക് കയറി നടക്കാൻ സാധ്യതയുണ്ട്. അവരെ ഒന്ന് കെയർ ചെയ്തിട്ട് മിതമായ വേഗത്തിൽ ഓടിക്കുക, ജീവൻ രക്ഷിക്കുക. താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. സ്വന്തം ജീവനേക്കാൾ കൂടുതൽ കരുതൽ കൊടുക്കേണ്ടത് റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെ ജീവനാണ്. അതിന് നാം ഡ്രൈവിംഗ് ചെയ്യുന്നവരെല്ലാം തന്നെ ഒരു വലിയ മനസ്സിന്റെ ഉടമ കൂടിയാകണം. അപകടങ്ങളെ ഒഴിവാക്കിയേ മതിയാകും. സാർ, അതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും വരുന്ന ചില അപകടങ്ങളുണ്ട്. ഈ മഴക്കാലത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടങ്ങളെല്ലാം സംഭവിക്കുന്നത് ഈ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞും അല്ലെങ്കിൽ ഈ സാറ് പറഞ്ഞതുപോലെ അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണങ്ങളൊക്കെയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് ഇതേ സമയത്ത് തന്നെയാണ് മലപ്പുറത്ത് ഇത്തരത്തിലൊരു ലോറി നിയന്ത്രണം വിട്ട് 2 വിദ്യാർത്ഥികൾ മരണപ്പെട്ടൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇതിൽ നിന്നും ഒരു പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വിഷമകരമായ ഒരു സംഭവം. അതെ, വളരെ ശരിയാണ്. ഇത് നമുക്ക് ദുഃഖവാർത്തകളാണ് ഈ റോഡ് അപകടങ്ങളിൽ നിന്ന് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്. കാര്യം അതിന്റെ കാര്യകാരണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികളെ നമ്മൾ സുരക്ഷാ ബോധം പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് അനേകം സംഘടനകളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്, കോളേജുണ്ട്, പൗരസമിതികളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും സുരക്ഷാ ബോധം ഓരോ പൗരന്റെ മനസ്സിലേക്കും നമ്മൾ എത്തിക്കാനായിട്ടുള്ള ശ്രമം പലയിടത്തും തുടങ്ങാൻ സാധിക്കുന്ന വിദ്യാലയങ്ങളാണ്. വിദ്യാലയങ്ങൾ റോഡ് സുരക്ഷ പാഠ്യവിഷയമാകണം, ആക്കിയേ തീരൂ. ഇപ്പൊ 10-25 കൊല്ലമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി, റോഡ് സുരക്ഷയുടെ മന്ത്രിയാണ്, അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ജൂൺ മാസം മുതൽ റോഡ് സുരക്ഷ പാഠ്യവിഷയമാക്കണം. അതിന് ഒരു മാസത്തിൽ ഒരു ക്ലാസ്സെങ്കിലും അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എടുത്താൽ മതിയാകും. കാര്യം റോഡ് അപകടങ്ങൾ കേരളത്തിൽ വളരെ കൂടുതലാണ്. കൂടാതെ നമുക്ക് ധാരാളം റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്, പള്ളികൾ. ഇപ്പൊ അച്ഛന്മാരും മറ്റും പ്രാർത്ഥനാ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷേ ദയവ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ പറയുന്ന, ദൈവത്തിനെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ഒരു 10 മിനിറ്റ്
റോഡ് സുരക്ഷയെ പറ്റി കുഞ്ഞാടുകളെ ബോധവാന്മാരാക്കണം. അതേമാതിരി നമ്മുടെ മുസ്ലിം പള്ളികളും ഈ മാതിരി ഓത്ത് പള്ളിക്കൂടങ്ങളിലും എല്ലാം തന്നെ റോഡ് സുരക്ഷ ഒരു പ്രധാനമായിട്ടുള്ള വിഷയമാക്കി ഏവരെയും ബോധവൽക്കരിക്കാനായിട്ട് മതസ്ഥാപനങ്ങൾ മുന്നോട്ടിറങ്ങണം. പിന്നെ യുവജന സംഘടനകൾ മുന്നോട്ടിറങ്ങണം. പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്തെ ചെറിയ ചെറിയ സംഘടനകൾ ആയിരക്കണക്കിനുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. വളരെയേറെ ദുഃഖം ഉണ്ടാക്കുന്നതാണ് റോഡ് അപകടവും അതുമൂലം ഉണ്ടാക്കുന്ന നഷ്ടങ്ങളും. അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് ബോധവൽക്കരണത്തിലൂടെയാണ്. കാര്യം നമ്മുടെ കുട്ടികൾ സുരക്ഷാ ബോധം ഇല്ലാതെ വളർന്നു വരുമ്പോൾ അവരുടെ ജീവൻ ലൈഫിന്റെ പകുതിക്ക് വെച്ച് തീർന്നു പോകുമ്പോൾ ആ കുടുംബം അനാഥമാവുകയാണ്. ആ വേദന ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. ദയവേത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സുരക്ഷാ ബോധത്തോടെ പക്വതയോടെ ഓടിക്കുക, അപകടങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. സാർ, ഇന്നത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ അമിത ഭാരവും സംശയിക്കുന്നുണ്ട്, അമിത വേഗതയും സംശയിക്കുന്നുണ്ട്. ഈ അമിത ഭാരം എന്നുള്ളത് ഈ ഒരുപാട് ചെക്ക് പോസ്റ്റുകൾ കടന്നിട്ടാകും ഈ വാഹനങ്ങൾ ഉടനീളം ഓടുന്നത്. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പല ഉദ്യോഗസ്ഥരുടെയും വീഴ്ചകളാണ് ഇത്തരം അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. കറക്റ്റാണ്, അങ്ങ് പറയുന്നത് വളരെ ശരിയാണ്. കാര്യം വാഹനങ്ങൾക്ക് അതിന്റെ RC ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി എത്ര ടൺ ആണെന്നുള്ളത്. നമുക്ക് റോഡിൽ തന്നെ കാണാം. ഇപ്പൊ ടിപ്പർ ലോറികൾ 25 ടൺ കയറ്റാൻ പെർമിറ്റുള്ള ലോറികളിൽ 80 ടൺ വരെ കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോ അതിന്റെ വാഹനത്തിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി അതേമാതിരി കിട്ടില്ല. പിന്നെ വാഹനം സ്കിഡ് ചെയ്ത് പോകും. ഡ്രൈവർ വിചാരിച്ചാൽ പോലും 8 മീറ്ററിലോ 10 മീറ്ററിലോ നിൽക്കേണ്ട വാഹനം 30 മീറ്റർ വരെ ഓടിയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ വാഹനങ്ങളുടെ ഓവർലോഡ് അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അത് തടയാൻ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയണം. കാര്യം നമുക്ക് പലയിടത്തും ബ്രിഡ്ജുകളുണ്ട്. അവിടെ കയറ്റി ഈ വാഹനത്തിന്റെ ഈ ഗ്രോസ് വെയിറ്റും ടയർ വെയിറ്റും അവർക്ക് ചെക്ക് ചെയ്യാം. അതിന് പിഴ ഈടാക്കാം. ഭീമമായ പിഴയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ 1 ടൺ ഓവർലോഡിന് 10,000 രൂപയും പിന്നത്തെ ഓരോ ടണ്ണിനും 1000 രൂപ വെച്ചാണ് ഇതിന്റെ പിഴ. അത് മോട്ടോർ വാഹന വകുപ്പിന്റെ മാത്രം ചുമതലയാണ്. അവരത് ചെയ്യണമെന്നാണ് എന്റെ അഭ്യർത്ഥന. തീർച്ചയായും സാർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയാൽ തന്നെ ഈ അപകടങ്ങളുടെ തോത് വളരെയേറെ കുറയുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്.